ഹായ് ഡിയേഴ്സ്, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പ് നിങ്ങൾ അവിടെ കണ്ടോ ഒരു 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 സിൽവർ ബട്ടൺ കണ്ടോ? അത് നിങ്ങളെപ്പോലത്തെ ഒരുപാട് വിദ്യാർത്ഥികളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ഈസി മാത്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കിട്ടിയൊരു പ്ലേ ബട്ടണാണ്. ഈ വർഷത്തെ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും എനിക്കൊരു പ്ലേ ബട്ടൺ കൂടി വേണം. അതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററാണ്. അറിയാവുന്ന ആളുകൾക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആൻസർ കണ്ടെത്താം. എന്നിട്ട് ആൻസർ ശരിയാണോ നോക്കാം. മക്കൾ ശ്രദ്ധിച്ചോളൂ. 8th term of an arithmetic sequence is 23. ഈ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതാൻ ഏറ്റവും നല്ലത് അതിൻ്റെ ആൻസർ ഒന്ന് എഴുതി നോക്കാനുള്ളതാണ്. 8th term എന്ന് പറയുന്നത് 23 ആണ്. ആൻഡ് 11th term എന്ന് പറയുന്നത് 27 ആണ്. ഈ ഐഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ 5ാം പദം എത്ര? മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. 5ാം പദം എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് 8നോട് 3 കൂട്ടുന്ന സമയത്ത് 11 കിട്ടും. 8ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 5 കിട്ടും. ഈ ഒരു ഐഡിയ, ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. സോ ഇവിടെ നിന്ന് 23 27 ആവാൻ എത്ര കൂടുന്നുണ്ട്? 4 കൂടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് 5 ആവാൻ എത്ര കുറയണം? 4 കുറയണം. അപ്പം ഇതിൻ്റെ 5ാം പദം എന്ന് പറഞ്ഞാൽ 19 ആയിരിക്കും. മനസ്സിലായോ? അതായത് 19 4 23 4 27 ഈ ഒരു പാറ്റേൺ ആണ് പോകുന്നത്. 5 8 11. അപ്പോൾ ഇതിൻ്റെ സ്ഥാനങ്ങൾ, പൊസിഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ ജനറേറ്റ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ 17ാം പദം എത്ര? മക്കളെ 17ാം പദം എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഓക്കെ, ഈ സെയിം ഐഡിയ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. 5 8 11. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 14, അത് കഴിഞ്ഞിട്ടാണ് 17 വരുന്നത്. അപ്പോൾ 14ാം പദം ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. എങ്ങനെ കിട്ടും ആൻസർ? 14 എന്ന് പറഞ്ഞാൽ 19 4 23 23 4 27 27 4 31. അപ്പോൾ 14ാം പദം 31 ആണെങ്കിൽ 17ാം പദം എത്രയായിരിക്കും? അതിനോട് വീണ്ടും ഒരു 4 കൂട്ടിയാൽ മതി, 35. അപ്പോൾ ഈ ഒരു പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങളാണ്. അടുത്തത് സം ഓഫ് ഫസ്റ്റ് 24 ടേംസ്. ഇതിന് 4 മാർക്കാണ്. ആദ്യത്തെ 24 പദങ്ങളുടെ തുക കാണാൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. എത്ര പദങ്ങളാണോ അത് ബൈ 2 ചെയ്യുക. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് 24/2 പറഞ്ഞാൽ 12 ആണ്, നിങ്ങൾക്കറിയാം. എന്നാൽ ഇത് ചോദ്യപ്പോൾ എവിടെയും തന്നിട്ടില്ല. x1ഉം x24 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. 1ഉം 24 കൂട്ടിയാൽ എത്ര? 25 അല്ലേ? അങ്ങനെ കൂട്ടിയാൽ 25 കിട്ടുന്ന എത്ര എണ്ണം ഉണ്ട് നോക്കാം. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 11ഉം 14 കൂട്ടിയാൽ എത്രയാണ്? 25 ആണ്. അപ്പോൾ ഈ കാണുന്ന എഴുതിയ ആൻസറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഇതിനെ പ്ലേസ് ചെയ്യാം. x11 + x14. ഇതാണ് ടേം കണക്ഷൻ അഥവാ പദബന്ധങ്ങൾ. ഇപ്പോൾ എത്ര കിട്ടും? 12 ഇൻറ്റു x11 എന്ന് പറഞ്ഞാൽ 27 ആണ്. x14 എന്ന് പറഞ്ഞാൽ 31 ആണ്. അപ്പോൾ 17 + 31 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 48. ഇതിൻ്റെ ആൻസർ എത്ര? നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാ കുട്ടികൾക്കും അയച്ചു കൊടുക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. വിഷു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. മക്കളെ സൈലത്തിൽ ക്ലാസ്സുകളുണ്ട്. എല്ലാവരും പേർക്ക്